ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ മെയ് 12-ന് UK ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ പറ്റി സംസാരിക്കാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെപ്പറ്റി ഒരുപാട് ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരു സംശയമാണ്, എന്താണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ, ഇതെങ്ങനെ നമ്മളെപ്പോലുള്ള നോൺ UK സിറ്റിസൺസിന് അല്ലെങ്കിൽ ILR ഇല്ലാത്തവരെങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ ഇന്നൊരു വീഡിയോ ഈ UK ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ പറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് വൈറ്റ് പേപ്പർ എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഒരു ധവളപത്രം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോംപ്രഹെൻസീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഗൈഡിനെയാണ് നമ്മൾ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും, ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ആയിരിക്കും. സോ ആ ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ഇൻഡെപ്ത് ഇൻഫർമേഷൻ അതിനകത്തുണ്ടായിരിക്കും. അതിനകത്തുള്ളൊരു പ്രോബ്ലം ആയിരിക്കും മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഈ ഒരു വൈറ്റ് പേപ്പറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രോബ്ലത്തെ എങ്ങനെ ഒരു സൊല്യൂഷൻ, ഈ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വൈറ്റ് പേപ്പർ യൂഷ്വലി ഇതൊരു നിയമമല്ല. വൈറ്റ് പേപ്പർ, അതായത് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ലോ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ വൈറ്റ് പേപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു നിയമമാകുന്നതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആദ്യം നമ്മളൊരു പ്രപ്പോസൽ പറയുന്നു, അതിനുശേഷം അത് പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ പാർലമെൻറ്റിലുള്ള MPs ഒക്കെ ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതൊരു ലോ അല്ലെങ്കിൽ ഒരു ലെജിസ്ലേഷനായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് UK വൈറ്റ് പേപ്പർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ UK വൈറ്റ് പേപ്പറിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ഇമിഗ്രേഷനാണ്. അതാണ് അവരുടെ പ്രോബ്ലം. അപ്പോൾ അതിനുള്ള സൊല്യൂഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഇൻക്രീസ് ഇമിഗ്രേഷൻ ആകുമ്പോൾ എങ്ങനെ ഇമിഗ്രേഷൻ കുറയ്ക്കാം എന്നുള്ളതാണ് അവരുടെ ഈ പ്രപ്പോസലിൽ അവർ പറയുന്നൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് അതിനുള്ള സൊല്യൂഷനായിട്ട് അവർ പറയുന്നത് എങ്ങനെ നമുക്ക് ഇമിഗ്രേഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ അതാണ് അവരുടെ എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻസാണ് അവർ പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സജഷൻസ് ഉണ്ട് അതിനകത്ത് എങ്ങനെയാണെന്ന്. അതായത് ടൈറ്റനിങ് UK വിസ എലിജിബിലിറ്റി, അതായത് വിസ എലിജിബിലിറ്റിക്കുള്ള ഒരു എലിജിബിലിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ വിസ മൈഗ്രൻസ് ഇങ്ങോട്ട് വരുന്നത് തടയാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ദ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ്. അതായത് ഇപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നിന്ന് UK വരണമെങ്കിൽ നമ്മൾ IELTS എഴുതണം, അല്ലെങ്കിൽ OET എഴുതണം. ഇങ്ങനെയുള്ള ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കോർ കൂട്ടുന്നത് വഴി, അതായത് അപ്പോൾ സ്കോർ കിട്ടാൻ ബുദ്ധിമുട്ടാകുമ്പോൾ വരുന്ന ആളുകളുടെ എണ്ണം കുറയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരു ഓവർസീസ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ എംപ്ലോയേഴ്സ് ഗവൺമെൻറ്റിനെ ഒരു ബോധ്യപ്പെടുത്തണം. അതായത് എനിക്കൊരു ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ILR ഉള്ള ഒരു വ്യക്തിയെ എനിക്ക് ഇവിടെ നിന്ന് കണ്ടു കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആ ജോലി പിന്നെ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ള ഒരാൾ നമ്മുടെ രാജ്യത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഓവർസീസായ ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് ഒരു എംപ്ലോയർ ഗവൺമെൻറ്റിന് ഒരു പ്രൂഫായിട്ട് ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് ചെയ്യണമൊക്കെ എന്നാണ് ഇവരൊരു സജഷനായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വേറൊരു സജഷൻ അതിനകത്ത് നമ്മളെ കൂടുതൽ വറി ചെയ്യിപ്പിക്കുന്നൊരു സജഷനാണത് ILRൻ്റെ കാലാവധി 10 കൊല്ലത്തോട്ടാക്കുക എന്നുള്ളത്. ഇപ്പം നിലവിൽ 5 വർഷം UK നിന്നാലാണ് ILR എന്ന് കിട്ടുന്നത്. അതായത് ILR എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ, അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി കിട്ടുന്നതിന്
5 ഇയേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് 10 വർഷമാക്കുക എന്നുള്ളതാണ് മറ്റൊരു സജഷൻ അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് പേപ്പറിൻ്റെ നമ്മൾ PDF നോക്കിക്കഴിഞ്ഞാൽ അതൊരു നിയർലി ഒരുപാടുണ്ട് അതിനകത്ത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സജഷൻസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രൈം മിനിസ്റ്റർ മെയിനായിട്ട് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 മൈഗ്രേഷൻ ഒരുപാട് കൂടിയത്. ഏകദേശം ഓവർ 1 മില്യൺ ആയിട്ട് മൈഗ്രേഷൻ കൂടി. അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് എക്കണോമിയെ ഭയങ്കരമായിട്ട് ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് ന്യൂ ഗവൺമെൻറ് നിലവിൽ വന്നപ്പോൾ, അധികാരത്തിൽ വന്നപ്പോൾ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് മൈഗ്രേഷൻ കുറയ്ക്കുവാനാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതുവരെ ഉണ്ടായിരുന്ന മൈഗ്രേഷൻ, എസ്പെഷ്യലി നഴ്സസിൻ്റെ മൈഗ്രേഷനിലൊക്കെ ഒരു വൻപിച്ച ഇടിവാണ് സംഭവിച്ചത്. അതായത് ഒരുപാട് ആളുകളിൽ OET ഒക്കെ പാസ്സായിട്ടും നാട്ടിൽ നിന്നും കയറി വരാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് മൈഗ്രേഷൻ ഒരു 40% അവർ പെട്ടെന്ന് കുറച്ചു എന്നാണ് 2024 ഇവർ അധികാരത്തിൽ വന്നപ്പോൾ കുറച്ചു എന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. പിന്നെ ഇനി നമുക്ക് നോക്കാവുന്നത് കുറച്ച് ക്വസ്റ്റ്യനുകളിലോട്ടാണ്. അതായത് കൂടുതലായിട്ട് ആളുകൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ്, ഇപ്പോൾ UK ഈ വൈറ്റ് പേപ്പറിൽ ഇത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു പ്രപ്പോസലാണ്. ഇതുവരെ നിയമം ആയിട്ടില്ല. അപ്പോൾ ഇതൊരു നിയമമാകാൻ ഇനിയും 1-2 വർഷം വേണ്ടി വരുമായിരിക്കും. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാനുള്ളൊരു സ്റ്റേജിൽ നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും റിവ്യൂ ചെയ്തേക്കുന്ന ഇമിഗ്രേഷൻ എക്സ്പേർട്ടുകളുടെ, ലോയേഴ്സിൻ്റെയൊക്കെ ഒരു ഒപ്പീനിയൻ റിവ്യൂ ചെയ്ത് നിന്നും അവർ പറയുന്നത് ഇപ്പോൾ UK ഇത് ബാധിക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാനാണിത്, ഇതുവരെ ആക്ഷൻ ആയിട്ടില്ല ഈ കാര്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇപ്പോൾ ഈ ഒരു ലോ പ്രാബല്യത്തിൽ വന്നാൽ പോലും ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ലോ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം UK വരുന്ന ആളുകൾക്കായിരിക്കും ഇത് ബാധകമാകാൻ പോകുന്നത് എന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാംഗ്വേജിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ്. ഇപ്പം അതിനകത്ത് അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് നീഡ് ഹൈ മാർക്ക് എന്നാണ്. അതായത് ഒരു IELTS അല്ലെങ്കിൽ OETക്ക് ഇപ്പോൾ കറൻ്റ്ലി വേണ്ട സ്കോറിനേക്കാളും ഹൈ സ്കോർ ആവശ്യമായിട്ട് വരും. പിന്നെ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിഫ്റ്റ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് UK വരുന്നവർ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അഡ്വാൻസ്ഡ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണമെന്ന് ഇപ്പോൾ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് നിർബന്ധമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ UK വരുന്ന ഡിപ്പെൻഡൻറ്റിന് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് മെയിൻ സ്പോൺസറെങ്കിൽ അവർക്ക് ജസ്റ്റ് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഇനി ഇത് മിനിമം സ്കോറ് വേണം എന്നാക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള സ്കോറിംഗ് സിസ്റ്റം ഓൾറെഡി കാനഡ, ഓസ്ട്രേലിയ രാജ്യങ്ങളിലോട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് അത്ര വലിയൊരു പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. കാരണം അവർ ഇപ്പോൾ IELTSന് 7 വേണമെന്നോ അല്ലെങ്കിൽ OETക്ക് B വേണമെന്നൊന്നും പറയുന്നില്ല. മിനിമം സ്കോർ എന്ന് പറയുന്നത് യൂഷ്വലി 4.5 to മാക്സിമം 6 ഒക്കെ വേണമെന്നാണ് പറയത്തുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും ഇന്നത്തെ കാലത്തൊരു സാധാരണ രീതിയിൽ എഴുതിയാൽ കിട്ടാവുന്ന ഒരു ചെറിയ സ്കോറാണത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരുമെന്ന് തോന്നുന്നില്ല ഡിപ്പെൻഡൻസിന്.
അത് വേറൊരു സജഷൻ അതിനകത്തുള്ളത്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ വന്നു, സ്കോറൊക്കെ കിട്ടി നമ്മൾ വന്നെങ്കിൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ലെവൽ B1-ൽ നിന്നും B2-ലോട്ട് ഇമ്പ്രൂവ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അവർ അസസ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. അതായത് സ്റ്റാൻഡേർഡ് ഒരു ലെവൽ കൂടെ കൂടിയിരിക്കണം എന്നാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ഞാൻ ആദ്യം പറഞ്ഞ പോലെ സജഷൻസ് മാത്രമാണ്, ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പിന്നൊരു ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് റെഗുലേറ്റർ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിനെ പറ്റിയുള്ളത്. അപ്പം അതിന് RQF എന്നാണ് പറയുന്നത്. അപ്പോൾ RQF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UK-യിൽ എഡ്യൂക്കേഷൻ ലെവൽ 1 to ലെവൽ 8 എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെവൽ 1 എന്ന് പറയുന്നത് ഒരു ബേസിക് എഡ്യൂക്കേഷനാണ്. അതായത് നമ്മുടെ നാട്ടിൽ SSLC അല്ലെങ്കിൽ +2 പാസ്സായവർക്ക് കിട്ടുന്ന ഒരു ബേസിക് എഡ്യൂക്കേഷൻ, അതിനാണ് ലെവൽ 1 എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ലെവൽ 8 ആണ്. ലെവൽ 8 എന്ന് പറയുന്ന ഒരു PhD എടുത്ത ആളെയാണ് നമ്മൾ, അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡോക്ടറേറ്റ് ചെയ്തവരെയാണ് ലെവൽ 8 എന്ന് പറയുന്നത്. സാധാരണ ബാച്ചിലർ ഡിഗ്രിയൊക്കെ ഉള്ളവർ, ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർ ലെവൽ 6 കാറ്റഗറിയിലാണ് വരുന്നത്. ഈ ലെവൽ 6ൽ വരുന്നതാണ് മോസ്റ്റ് സ്കിൽഡ് വർക്കേഴ്സ് എല്ലാം ലെവൽ 6ലാണ് വരുന്നത്. ഇനി ഒരാൾക്ക് ഡിപ്ലോമയൊക്കെയാണ് ഉള്ളതെങ്കിൽ ഒരു 3 to 5 RQF-ലാണ് വരുന്നത്. അപ്പോൾ ഈ 3 to 5-ൽ വന്നു കഴിഞ്ഞാൽ ഇവർ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ പെടുന്നതല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ വിസ കിട്ടാനൊക്കെ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ഭാവിയിൽ വരുന്നവർ അവർ ചെയ്യുന്ന കോഴ്സ് RQF ലെവൽ 6-ൽ നിന്നാലാണ് അവർക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു ലെവൽ ക്വാളിഫിക്കേഷൻ, റെഗുലേറ്റർ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് 6-ൽ വരുന്ന ടൈപ്പ് ജോലി തിരഞ്ഞെടുക്കാൻ കുറച്ചുകൂടെ ശ്രമിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. പിന്നെ ലെവൽ 3 to 5-ൽ വരുന്ന ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ വർക്കേഴ്സ്, സീനിയർ കെയർ വർക്കേഴ്സ്, ടീച്ചിങ് അസിസ്റ്റൻസ്, സെക്യൂരിറ്റീസ്, ഷെഫ് ആക്ച്വലി മാനേജറൽ പൊസിഷനിലല്ലാത്ത ഷെഫൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ്, അതായത് ലെവൽ 3 to 5-ലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും ഭാവിയിൽ ഒരു വിസ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സാലറി ത്രഷോൾഡിനെ കുറിച്ചാണ് അടുത്ത ഡൗട്ട് കൂടുതൽ ആളുകളും കണ്ടേക്കുന്നത്. സോ UK-ലെ സാലറി ത്രഷോൾഡ് കഴിഞ്ഞ ഏപ്രിലിൽ 26,000-ൽ നിന്നും ആനുവൽ ഇൻകം 26,000-ൽ നിന്നും 38,700, അതായത് 26,000 പൗണ്ടിൽ നിന്നും 38,700 പൗണ്ടിലോട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മുടെ വിദേശത്ത് നിന്നും ഓവർസീസിൽ നിന്നും ഒരു ജോബിന് ആൾ വരുമ്പോൾ അല്ലെങ്കിൽ ആളെ സ്പോൺസർഷിപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ സാലറി മിനിമം 38,700 പൗണ്ടിൽ കൂടുതലാണെങ്കിൽ, മിനിമം ഉണ്ടെങ്കിലാണ് അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു പെട്ടെന്നൊരു ഹൈ ഇൻക്രീസ് കഴിഞ്ഞ കൊല്ലം ചെയ്താണ്. ഒരു 5 years ബിഫോർ ഇത് 24,000 ആയിരുന്നു, 24,000 പൗണ്ട് ആനുവലി ആയിരുന്നു. അപ്പോൾ ഒരു NHS നേഴ്സിൻ്റെയൊക്കെ മിനിമം സാലറി 24,000 ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു 38,700 സാലറി ഉണ്ടെങ്കിലാണ് ഇനിയൊരു സ്പോൺസർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അത് ഓൾറെഡി പ്രാബല്യത്തിലുള്ള ഒരു നിയമമാണ് കേട്ടോ. ഇതും വിസ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആദ്യം സ്വീകരിച്ചൊരു നടപടിയാണ്. ഇനി ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് സ്റ്റുഡൻസിന് ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന്. നമുക്കും ഇതിനെപ്പറ്റിയും വ്യക്തമായിട്ടുള്ള ഒരു നിയമത്തെപ്പറ്റി അറിവൊന്നും ലഭിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഇവിടെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ സജഷൻസ് വന്നിരിക്കുന്നത് ഗ്രാജുവേറ്റ് വിസ 24 മാസത്തിൽ നിന്നും 18 മാസത്തിലോട്ട് കുറയ്ക്കാനാണ്. അപ്പോൾ ഇത്
ഈ സെപ്റ്റംബറിൽ ഇൻടേക്കിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ എനിക്കതിനെപ്പറ്റി വ്യക്തമായ അറിവില്ല. പക്ഷെ അതാണ് കറണ്ട് പ്ലാൻ ഉള്ളത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, അറ്റൻഡൻസ് മോണിറ്റർ ചെയ്യാൻ തുടങ്ങും ഇനി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ID മോണിറ്ററിങ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും സ്റ്റാർട്ട് ചെയ്യുന്നതിനെപ്പറ്റി ഒരു സജഷനുണ്ട്. അതൊക്കെ ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം സ്റ്റുഡൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പ്രാബല്യത്തിൽ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ID സിസ്റ്റം കൊണ്ടുവന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ UK സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന പല കുട്ടികളും കോഴ്സ് പഠിക്കാതെ പാർട്ട് ടൈം ജോലികൾ മാത്രം ചെയ്ത് നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഈ അറ്റൻഡൻസിന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ ID സിസ്റ്റം കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഒരു അറ്റൻഡൻസ് കുറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഫെയിലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ വിസ ക്യാൻസൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് RQF ലെവൽ 6 ഉണ്ടെങ്കിലാണ് ജോലി കിട്ടാൻ സാധ്യത കൂടുതലുള്ളൂ. വേറൊരു ചേഞ്ചസ് അവർ കൊണ്ടുവരുന്നത്, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെയും ഗവൺമെൻറ് അസസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതും ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതിനകത്ത് മെയിനായിട്ട് അവർ നോക്കുന്നത് പാസിംഗ് റേറ്റ് 90% വേണം എന്നാണ് പറയുന്നത്. അതായത് ഒരു കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിൽ 90% ആളുകളും പാസ്സാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ കറണ്ട് പാസിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 55 to 60% ആണ്. സോ അത് പാസിംഗ് റേറ്റ് കൂട്ടാൻ, അതായത് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പാസിംഗ് റേറ്റ് കൂട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ഈ വൈറ്റ് പേപ്പർ UKനെ പറ്റി കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് പലരും ചോദിക്കുന്നത് കെയറേഴ്സിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവരെ ബാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചോദിക്കുന്നത്. കെയറർ വിസയിൽ വന്നവരെ ബാധിക്കുമെന്നോ അതല്ല ഇനി ബാധിക്കില്ല എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു പ്രപ്പോസലായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡിസ്കഷനുകളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ കറൻ്റ്ലി എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഇപ്പോൾ UKയിലുള്ളവരെ അത് ബാധിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്. പക്ഷേ ഭാവിയിൽ ഇനി UKയിലോട്ട് വരുന്നത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ആയിരിക്കുമെന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി UKയിലോട്ട് വരാനിരിക്കുന്നവരെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തിലും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്നും പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.